Good morning, students. At the university question, the following table gives the probabilities that a certain computer will malfunction 0, 1, 2, 3, 4, 5 or 6 times on any day. Number of malfunctions x 0, 1, 2, 3, 4, 5, 6. Probability f of x is equal to 0.17, 0.29, 0.27, 0.16, 0.07, 0.03, 0.01. Find the mean and the variance of the probability distribution. The mean and variance in കണ്ടുപിടിക്കും. ഇത് ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്താണ്? സിഗ്മ എക്സ് എഫ് എക്സ് എന്നാണ്. മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് എഫ് എക്സ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 1, 2, 3, 4, 5, 6. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? 0.17. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0.29, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.27, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.16, 4ന് 0.07, 5ന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 0.03, 6ന് 0.01. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദിസ് ഈസ് ഈക്വൽ ടു x into f of x, because 0 into 0.17 plus 0 കൊണ്ട് 0.17 x into ആദ്യത്തെ വാല്യൂസ് x ന് 0 കൊടുക്കുക. x ന്റെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 0.17, 0 into 0.7 plus 1 into 0.29. 1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 0.29 plus 2 into 0.16. ഈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോ 0ക്ക് 0.17, 1ന് 0.29, 2ന് 0.27. 1 into 0.29 plus 2 into 0.27 plus 3 into 0.16 plus 4 into 0.07 plus 5 into 0.03 plus 6 into 0.0. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് ഗുണിക്കുന്നു. 0 കൊണ്ട് നമ്മൾ 0.17 ഗുണിച്ചു, 1 കൊണ്ട് 0.29, 2 കൊണ്ട് 0.27, 3 കൊണ്ട് 0.16, 4 കൊണ്ട് 0.07, 5 കൊണ്ട് 0.03, 6 കൊണ്ട് 0.01. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ നമുക്ക് ഫസ്റ്റ് വാല്യൂ ഇവിടെ 0, രണ്ടാമത്തെ വാല്യൂ ഇതാണ് 0.29. 1 into 0.29 എന്ന് പറഞ്ഞാൽ 0.29 വരും. പ്ലസ് അടുത്ത 2 into 0.27 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.54. 1 എടുത്ത് 2 എടുത്ത് 3 എടുത്ത് നാലാമത്തെ 3 into 0.16. 3 into 0.16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.48. then plus 4 into 0.07. 0.07 എന്ന് പറഞ്ഞാൽ 0.28 plus 5 into 0.03 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.15. 6 into 0.01 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ 1.8. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എക്സ്, മീൻ ഈസ് ഈക്വൽ ടു, അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പെക്ടേഷൻ എക്സ്. എക്സ്പെക്ടേഷൻ എക്സ് ഈസ് ഈക്വൽ ടു കിട്ടി 1.8. അപ്പൊ മീൻ നമുക്ക് എഴുതി വെക്കാം. മീൻ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1.8. അപ്പൊ മീൻ കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി പ്ലസ് 1 into 0.29 അങ്ങനെ എല്ലാം ഗുണിച്ചെടുക്കുക. എന്നിട്ട് എല്ലാം നമ്മൾ കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് മീൻ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 1.8. അപ്പൊ നമ്മൾ തന്നിരുന്ന ചോദ്യത്തിലെ മീൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കണം. അടുത്ത വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണത്? 1.8 നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അറിയില്ലാത്ത ഏതാണ്? എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമുക്ക് അറിയില്ല. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ
എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. അപ്പോൾ 0 ഇൻറ്റു 0 ഇൻറ്റു സ്ക്വയർ തന്നെ 0 ആണ്. 0 സ്ക്വയർ ഇൻറ്റു 0.17 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 0.29 പ്ലസ് 2 സ്ക്വയർ 4 ഇൻറ്റു 0.27 പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ 9 ഇൻറ്റു 0.16 4 സ്ക്വയർ 16 ഇൻറ്റു 0.07 പ്ലസ് 5 സ്ക്വയർ 25 ഇൻറ്റു 0.03 പ്ലസ് 36 ഇൻറ്റു 0.0. ഇവിടെ നമ്മൾ ചെയ്തത് ഈ എക്സിന്റെ വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്തു. 0 സ്ക്വയർ ചെയ്യുമ്പോൾ 0 സ്ക്വയർ കിട്ടി, 1 സ്ക്വയർ ചെയ്യുമ്പോൾ 1 സ്ക്വയർ, 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4, 3 9, 4 16, 5 25, 6 36. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം 0.17, 0.29, 0.27, 0.16, 0.07, 0.03, 0.01. ഇനി അതിനുശേഷം ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നു. ആഡ് ചെയ്തെടുക്കുമ്പോൾ ആദ്യത്തെ ടൈം എന്താണ്? 0. രണ്ടാമത്തെ ടൈം എന്താണ് നമുക്ക് കിട്ടുന്നത്? 0.29. അടുത്ത 4 ഇൻറ്റു 0.27. 4 ഇൻറ്റു 0.27 എന്ന് പറഞ്ഞാൽ 28, 110, 1.08. ഇനി 9 ഇൻറ്റു 0.16. 9 ഇൻറ്റു 0.16 നമുക്ക് എത്ര കിട്ടും? 1.144. 1.44. അടുത്ത എന്താണ്? 16 ഇൻറ്റു 0.07. 16 ഇൻറ്റു 0.07 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.12. 1.12. 7 42, 7 7, 7 4 1.12 എന്ന് കിട്ടും. അതിനുശേഷം പിന്നെ 25 ഇൻറ്റു 0.03. 25 ഇൻറ്റു 0.03 എന്ന് പറയുമ്പോൾ നമുക്ക് 0.75. 0.75 കിട്ടും. 25 ഇൻറ്റു 0.03 0.75. അടുത്ത ഏതാണ്? 36 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.36. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കാം. കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇതെല്ലാം കൂടി കാൽക്കുലേറ്റർ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5.04 ആണ്. 5.04. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 5.04 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore, variance is equal to expectation x square minus expectation x whole square. So 5.04 minus expectation x എത്രയാണ്? 1.8 the whole square. So 5.04 minus 1.8 ന്റെ സ്ക്വയർ എത്രയാണ്? 1.8 ന്റെ സ്ക്വയർ 3.24. 5.04 ൽ നിന്ന് നമുക്ക് 3.24 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1.8. 1.8. നമുക്ക് ഇവിടെ 5.04 ൽ നിന്ന് 1.8 സ്ക്വയർ 1.8 സ്ക്വയർ ആണ് കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് 5.04 മൈനസ് 3.24 നമുക്ക് കിട്ടുന്ന ആൻസർ 1.8 ആണ്. അപ്പോ മീൻ എന്ന് പറഞ്ഞ എത്രയാണ്? 1.8 ആണ്. വേരിയൻസ് നമുക്ക് എത്ര കിട്ടി? 1.8 കിട്ടിയത്. അപ്പൊ മീൻ കാണാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? എക്സ്പെക്ടേഷൻ എക്സ് കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി എക്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ എക്സിന്റെ വാല്യൂസും 0, 1, 2, 3, 4, 5, 6 എന്ന വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി നമ്മൾ ഗുണിച്ചിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് മീൻ 1.8. ഈ മീനിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. കണ്ടോ? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയറിന്റെ ആൻസർ 5.04. ഇപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കിട്ടി, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ. ഇപ്പൊ 5.04 മൈനസ് 1.8 ഹോൾ സ്ക്വയർ. ഇപ്പൊ 5.04 മൈനസ് 3.24. The answer will be 1.8. ഇങ്ങനെയാണ് ആൻസർ കിട്ടിയത് കേട്ടോ. ഇത് ജൂൺ 2023
ഈ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KT ചോദിച്ചത്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.